അതാണ് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് തോട്ട് ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണം ഞാൻ ചോദിച്ചാൽ. ഇനി അവർ നോ പറഞ്ഞാൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും, നമുക്കും ഒരു വിഷമം, അവർക്കും അതൊരു. അപ്പം ചോദിക്കൽ വളരെ കുറവാണ്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ടീമപ്പ് ചെയ്ത് വരണം നല്ലതൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൽ ഞാനിപ്പോൾ ഹാപ്പി. ഇപ്പം അതാ പറഞ്ഞത്, ഞാൻ ഒന്നിനും പോയപ്പോൾ തന്നെ വരുന്നുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണ്. അത് എപ്പോഴും ഭയങ്കര പ്ലസന്റ് ആയിട്ടൊക്കെയാണ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ. കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവുന്ന നെഗറ്റീവ്, എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ചിട്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതല്ല എന്ന് മനസ്സിലാകുന്ന പോയിന്റിലൊക്കെ എത്തിയപ്പോൾ എനിക്കിപ്പോൾ ഇതാണ് ഇഷ്ടം. ഇങ്ങനെ ഇരിക്കാനാണ് നല്ലത്. ഇത് നല്ലതേ കൊണ്ടുവരും നമുക്ക്. നെഗറ്റീവ് ഇരുന്നാൽ നെഗറ്റീവ് മാത്രമേ വരുള്ളൂ, പോസിറ്റീവായിട്ടിരുന്നാൽ പോസിറ്റീവ്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന്. 100% ശരിയാണ്. ഞാൻ അത് ആലോചിച്ചേ. അല്ലേ? എത്ര വയസ്സുണ്ട് ഇപ്പം? അയ്യോ, വയസ്സ് പറഞ്ഞോളൂ, ഇപ്പം 32. 32. ഭയങ്കര മെച്യൂരിറ്റിയോട് സംസാരിക്കുന്നോണ്ട് ചോദിച്ചത്. ഭയങ്കര എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വായിക്കുന്ന ഒരാൾ പറയുന്നപ്പോൾ എനിക്ക് ഈ സദ്ഗുരു കേട്ടിട്ടുള്ള ഒരു ഇതായിരിക്കും ഇങ്ങനത്തെ തോട്ട് പ്രോസസ്. കേട്ടും പിന്നെ നമുക്കത് ഞാൻ ഓരോന്ന് വരുമ്പോൾ അതിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് നമ്മുടെ തന്നെ മിസ്റ്റേക്സും നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്നും പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഏത് ബുക്ക് വായിച്ചാലും കിട്ടില്ല. ബുക്ക് വായിച്ച് വേണമെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം അങ്ങനെയൊക്കെ പറയാൻ പറ്റും, വന്നിരുന്നൊക്കെ വേണമെങ്കിൽ. ഇത് ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞതാ, ഇതെനിക്ക് ബുക്കിൽ നിന്ന് കിട്ടിയതല്ല. ബുക്ക് വായിച്ച് പറയുന്നത് എളുപ്പമാണ്, അതിന് ഇത്തിരി അത്യാവശ്യം അതിലൊരു സ്കില്ല്, വായിക്കാനുള്ള ഒരു ക്ഷമയും പിന്നെ ആ ഒരു സ്കില്ല് ഉണ്ടായാൽ മതി സംസാരിക്കാൻ. പക്ഷെ അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും. അങ്ങനെ ഉണ്ടായ നല്ലതായിരുന്നു. ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അങ്ങനെ ഓക്കെ. ഈ ഒരു നടി എന്ന രീതിയിൽ സ്വയം പുതുക്കുന്ന എങ്ങനെ ഇവോൾവ് ചെയ്യുന്ന? ഇപ്പം ആദ്യത്തെ സിനിമയിലെ ഇപ്പം ആംഗ്രി ബേബീസിലെ ആ ഒരു ക്യാരക്ടർ ആരിക്കില്ലല്ലോ ഈ 10-ാം വിളയിൽ വന്നിരിക്കുമ്പോൾ ഉള്ളത്. അലമാരയിലെ ഒരു കഥാപാത്രം ആരിക്കില്ല നേരിൽ വന്നത്. ഓരോ സിനിമകൾ കഴിയും തോറും അതിഥിക്ക് തന്നെ തോന്നിയിട്ടില്ല അതിഥി മെച്ചപ്പെട്ട് വരുന്നു. എനിക്കതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് സുരാജന്റെ കൂടെ 10-ാം വിളവിന് മുൻപ് ഞങ്ങളൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ, ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അത് 10-ാം വിളവിന് മുൻപ് ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ സുരാജനെ പരിചയപ്പെടുന്നു. എന്താണ് ആക്ടിങ്, ഭയങ്കര ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സുരാജേട്ടൻ ആ കാര്യത്തിൽ. എനിക്ക് നല്ലൊരു ഗുരുവിനെ പോലെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ചേട്ടനാണ്. കാരണം ആ കാര്യത്തിൽ എപ്പോഴും നമുക്ക് പറഞ്ഞു തന്നത് അതെനിക്കൊരു ഷിഫ്റ്റായിരുന്നു. എങ്ങനെ നമുക്ക് അഭിനയിക്കാം, നമ്മളും മറ്റേത് ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ ആ ഡയലോഗ് മാക്സിമം പഠിച്ച് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞു, ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ജോലി തീർത്തു എന്നല്ല, നമുക്കൊരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പം അങ്ങനെയല്ല, അത് എന്താണ് ആ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് ഭയങ്കര രസമാണ്. അതെനിക്ക് സുരാജേട്ടനാണ് ആ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതെനിക്ക് 10-ാം വിളവിലും ഭയങ്കര ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അല്ല അതുവരെ അപ്പം ഈ ഒരു പ്രോസസ്സ് തന്നെ അല്ല, ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യാം, നമ്മൾ മാക്സിമം ചെയ്യും, ഇല്ലെന്നല്ല. എന്നാലും അതിൻ്റെ ഒരു ഡെപ്ത് അറിഞ്ഞ് ചെയ്യാന്ന് പറയുന്നത്. കാരണം ലിക്രയിൽ കുറച്ചും കൂടി നല്ല അത്യാവശ്യം നമുക്ക് വളരെ ഡെപ്ത് ഏറിയ ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അതിന് സുരാജ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ, അതിപ്പോൾ ചെറുതാണെങ്കിലും ത്രൂ ഔട്ട് വേണമെന്നില്ല സിനിമയ്ക്കകത്ത് ഒരു ആക്ടറെ ഡിഫൈൻ ചെയ്യാൻ. ചെറുതാണെങ്കിലും അതിനെ എങ്ങനെ എത്രത്തോളം അതിൽ ഡീപ്പായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു ആക്ടർ ഇരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്കിഷ്ടമായി എന്ത് റോളാണെങ്കിലും. ഇതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അതിൽ മാക്സിമം മാക്സിമം അതെന്താണ് ആ ക്യാരക്ടർ, അതിന് മുമ്പ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ പെരുമാറുക, അതൊക്കെ സുരാജേട്ടനാണ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഒരു ക്യാരക്ടർ വരുമ്പോൾ അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് നമ്മൾ വെറുതെ ചിന്തിക്കണം എന്ന്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്ന് ഇപ്പം ഒരു IT വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണെങ്കിൽ ഞാൻ അപ്പം തന്ന ഡയലോഗിനനുസരിച്ച് വരും അവൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ വെറുതെ പറഞ്ഞു തരുമ്പോഴാണ് അത് ഭയങ്കര അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ഇപ്പം നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, ഷോട്ട് പറഞ്ഞു തരുന്നു, അസോസിയേറ്റ് ഷോട്ട് പറഞ്ഞു തരുന്നു, നമ്മൾ അതിനുശേഷം ടേക്കിന് വിളിക്കുന്നു. ടേക്കിന് വിളിക്കുമ്പോൾ മാത്രമാണോ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അതെയോ പ്ലാൻ ചെയ്യും ഉള്ളിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവും, ഇതിങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റാം, അങ്ങനെ ഒരു പ്ലാനിങ് ഉള്ളിൽ നടക്കുന്നുണ്ടോ? അതേ ലാലേട്ടൻ പറയുന്ന പോലെ എന്നെ വരുന്നു വിളിക്കുന്നു ഞാൻ ചെയ്യുന്നു പോകുന്നു, അത് തന്നെ വരുന്നു, അത് അങ്ങനെയാണ്? ഏതാണ് പ്രോസസ്സ്? ഒത്തിരി ഇങ്ങനെ ഡീപ്പായിട്ടിരുന്ന് തലേദിവസം മുതലേ അതിന് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആ ക്യാരക്ടർ. ഇപ്പം നമ്മൾ വന്ന് കോസ്റ്റ്യൂം മാറുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര, അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കൂടുതലും ക്യാരക്ടറിലേക്കായി. അതങ്ങനെ ഞാൻ ചേഞ്ച് അതായി എന്നുള്ളതല്ല, പക്ഷെ അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറി ഞാൻ അതിലേക്ക് ക്യാരക്ടറായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നമുക്ക് തരുന്ന വേഷങ്ങൾ ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും ക്യാരക്ടർ ആവാനായിട്ട്. അപ്പം മുതൽ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കും എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ, അതിനനുസരിച്ച് ചെയ്യാറ്. അത് നമ്മൾ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും സംസാരിച്ചു. ഇനി സംസാരിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം, കല്യാണം ഒക്കെയാണ്. ഇപ്പം
ആദിതിയുടെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം, ഓക്കെ, അല്ലെങ്കിൽ അതെന്തു ആയിക്കോട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ ഒരു ആദ്യ പ്രണയം എന്ന് കൂട്ടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നതിൽ നമുക്കൊരു പ്രണയമുണ്ട്. അപ്പോൾ ആ പ്രണയത്തിന് നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾ, ആ പ്രണയത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന സമയം, നമ്മൾ എത്രത്തോളം അവരുമായിട്ട് അടുക്കുന്നു എന്നുള്ള ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഒരു പ്രണയ തകർച്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു പ്രണയത്തിലേക്ക് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രണയം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വരുമ്പോൾ, ഇതിൻ്റെ ഒരു ഹാങ് ഓവർ എപ്പോഴും നമുക്ക് ഉള്ളിലുണ്ടാവുക. കാരണം അത്ര എഫേർട്ട് നമ്മൾ ഇവിടെ എടുക്കുമോ, നമുക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ അത് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ഇനിയൊരു പ്രണയത്തിലേക്ക് കയറുക. എന്താണ് അതിൻ്റെ ഒരു ഉണ്ടായിരുന്ന പ്രണയം, ഇപ്പോഴത്തെ സ്റ്റാറ്റസുകൾ എന്തൊക്കെയാണ്? അല്ല, പ്രണയം ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പ്രണയമാണെന്ന് തോന്നുന്നത് എന്തോ അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. റിയൽ പ്രണയമാണോ ചോദിച്ചാൽ അല്ല, പ്രണയം അതല്ല. അതിപ്പോൾ എനിക്കറിയാം. ഞാൻ പ്രണയിച്ചിട്ടില്ല, ഞാൻ ഇനിയായിരിക്കും പ്രണയിക്കുക. ഇപ്പം എനിക്കൊരു പ്രണയമുണ്ട് എന്നോട്. സെൽഫ് ലവ്, അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഇനി നല്ല പോലെ പ്രണയിക്കും. കാരണം നമ്മൾ പ്രണയത്തിലാണെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഇഷ്ടം ഉണ്ടാവണം. ഒരാളെയും കുറ്റമോ അതല്ല, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രണയത്തിലാണ്. നമ്മളോട് തന്നെ പ്രണയത്തിലാണ്. ഇവൻ നമ്മളൊരാളായിട്ട് പ്രണയത്തിലാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കണ്ണാടിയിൽ കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല, നമ്മൾ എന്തൊക്കെയോ കുറവ് ഇൻസെക്യൂരിറ്റി ഒക്കെ തോന്നണമെങ്കിൽ അത് പ്രണയമല്ല. അപ്പം അത് ബാക്ക് ഓഫ് ചെയ്യണം അതിന്. അത് ആരുടെയും കംപ്ലൈൻറ്റോ കുറ്റമൊന്നുമല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അല്ലാതെ അവൻ തേച്ചു അല്ലെങ്കിൽ അവൾ തേച്ചു അതല്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നിപ്പിക്കുന്നതായിരിക്കണം ശരിക്കുള്ളൊരു പ്രണയത്തിലാവുമ്പോൾ. നമുക്ക് നമ്മൾ അടിപൊളിയായിട്ട് തോന്നണം, അതാണ് പ്രണയം. ഒരാൾ വരുമ്പോൾ നമുക്ക് തോന്നണം നമ്മൾ അടിപൊളിയാണല്ലേ എന്ന്, അതാണ് പ്രണയം. അല്ല നമ്മളിങ്ങനെ എന്തിനും നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയി, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഭംഗിയില്ല, എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റ്, എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി, ഞാൻ ഭയങ്കര ചെറുതായി തോന്നുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രണയമല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്ന് പിന്നെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് ഇൻസെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലപോലെ. ഉണ്ടായത് പ്രണയം അല്ലെന്ന് പിന്നീടാണ് തിരിച്ചത്. അത് പ്രണയമല്ല, പക്ഷെ അത് നമുക്ക് അങ്ങനെ അതൊരു കംപ്ലൈൻറ്റ് പോലെ പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഞാൻ എങ്ങനെ കാണണം എന്നുള്ളത്. ഒരാളെപ്പോഴും അതൊരു ഒരു കൂട്ടായിരിക്കണം പ്രണയം. അല്ലാതെ ഫുൾ നമ്മളൊരു ഗിവറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടും എടുക്കുന്ന പോലെ അങ്ങനെയല്ല. പ്രണയം ഒരു കൂട്ടാണ്, അത് നല്ല രസമായിട്ട് പോകുന്നതാണ് പ്രണയം. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ പ്രണയത്തിലാണെങ്കിൽ. പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ല, അതൊന്നുമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ പ്രണയത്തെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണും അവരൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാം. ഒരു പ്രണയം അങ്ങ് പൊളിയുമ്പോഴേക്കും മറ്റാൾ അൾട്ടിമേറ്റ്ലി മോശമായി ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം, പക്ഷെ അത് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. കുറ്റപ്പെടുത്തൽ അങ്ങനത്തെ ഇല്ല, താല്പര്യപ്പെടുന്നില്ല, അങ്ങനത്തെ അതിൻ്റെ ആവശ്യമില്ല. അത് റിഗ്രറ്റ്, കുറ്റബോധം, അങ്ങനത്തെ ഫീലിംഗ് ഇല്ല, റിഗ്രറ്റ് ഇല്ല, ഒന്നിനോടും ഇല്ല. കാരണം എന്തെങ്കിലും നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോൾവ് ചെയ്തിട്ട് ഞാൻ അടുത്തേക്ക് പോകുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ റിഗ്രറ്റ്? ഇനിയൊരു പ്രണയം, ഇനിയൊരു കല്യാണം, അല്ല സോറി കല്യാണം, അല്ല രണ്ടാമത് തെറ്റൊന്നല്ല. ഇപ്പൊ ആദ്യത്തെ കെട്ടിയിട്ടാണല്ലോ രണ്ടാമത് കെട്ടാൻ പറ്റുള്ളൂ. ആദ്യത്തെ കെട്ടാത്ത ഒരാളോട് ഇനിയൊരു കല്യാണം ഇല്ല, ഇനി അറിയില്ല. അപ്പൊ ഇനിയായിരിക്കും ഞാൻ പ്രണയിക്കുക ശരിക്കും. അതെനിക്കറിയാം. കാരണം എനിക്കിപ്പോൾ എന്നെ അറിയാം, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മുമ്പൊന്നും എനിക്ക് എന്നെ അറിയില്ലായിരുന്നു, ഞാൻ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അതെങ്ങനെ പ്രണയവും? നമുക്ക് നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാണ്ട് ഞാനെങ്ങനെ വേറൊരാളെ സ്നേഹിക്കുക? അപ്പോൾ ഒരിക്കലും ഒരാളെയും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ഇനി ഞാൻ പ്രണയിക്കും, ഇനിയായിരിക്കും എനിക്ക് പ്രണയം. അതിഥി അടിപൊളിയാണ്. ഈ ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു പ്രതീക്ഷകൾ ഇനി വരുന്ന ഒരാളെ പറ്റിയുള്ള, എങ്ങനെയായിരിക്കും അതിഥിയെ കെയർ ചെയ്യണം, ആ ഒരു ഇഷ്ടം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊക്കെ ആയിരിക്കും അതിഥിയുടെ ഉള്ളിൽ? കുട്ടി കുട്ടി പ്രകടനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ചെറുതൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. പക്ഷെ അതിപ്പോൾ അങ്ങനെയുമില്ല. എനിക്കൊരു കൂട്ട്, ഇനി അതാണ് എൻ്റെ പ്രണയം. ഒരു കൂട്ടുണ്ടായാൽ മതി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തോളാം. എനിക്ക് ഒരാൾ ഇനി അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഇമോഷണലിയും ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു കൂട്ട്, അപ്പോൾ നമുക്ക് എന്തും പറയാനുള്ള ഒരാളായി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാണ് എൻ്റെ പ്രണയം. അങ്ങനെ ഒരാൾ ഉടനെ ഉണ്ടാവട്ടെ, അതെ. ഈ കയ്യിലെ ടാറ്റൂവിന്റെ മീനിങ് എന്താണ്?
അത് എൻ്റെ ഒരു ഫ്രണ്ട് ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അഞ്ജലി. അപ്പോൾ അവളും ഞാനും കൂടെ പ്ലാൻ ചെയ്തായിരുന്നു. എന്താണ് ഒന്ന് ഫ്രീഡം, പിന്നെ ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. അന്ന് ഇതിൻ്റെ അർത്ഥം അറിയാതെ ചെയ്തതാണ് സത്യത്തിൽ. പക്ഷെ ഇന്ന് കാണിച്ച് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ. അത് ഫ്രീഡമാണ്, പിന്നെ അത് ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. ഓ സത്യം, ഇപ്പം ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അന്ന് അറിയാതെ ചെയ്താ, ചുമ്മാ പിക്ക് ചെയ്താ ഇത് മതി, നല്ല രസമുണ്ട്, പറക്കുന്നു. അന്ന് ഭയങ്കര കാണുമ്പോൾ വലിയ അർത്ഥത്തിലൊക്കെ ചെയ്തതല്ല, ഇന്ന് എനിക്ക് പക്ഷെ അത് കറക്റ്റ് എൻ്റെ ശരീരത്തിൽ വന്നു. ഭയങ്കര അതാ ഞാൻ പറഞ്ഞത്, ഗോ വിത്ത് ഫ്ലോ, എല്ലാം വന്ന് ചേരും. ഈ അഞ്ജലി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഹൈദരാബാദിലാണ് സെറ്റിൽഡാണ്, വർക്ക് ചെയ്യുന്നു. അന്നത്തെ സൗഹൃദ കാലങ്ങളൊക്കെ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെയുണ്ടോ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ളത്? എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് എപ്പോഴും എനിക്കുള്ളത്. എൻ്റെ സ്കൂളിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് കാവ്യാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാം അറിയുന്ന സംസാരിക്കുന്ന കാവ്യാണ് ഇപ്പോഴും. പിന്നെയാണ് കോളേജിൽ പിന്നെ അഞ്ജലി, വർഷ, അങ്ങനെ 1-2 പേര്. ഇവരെ എപ്പോഴും ഉണ്ട്, കോണ്ടാക്റ്റിലുണ്ട്. അതിപ്പം ഒരുപാട് നേരെ സംസാരിച്ചു. ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. ഹാപ്പി ഓണം. ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.